തദരി നാന തദരി നാന നാ തദരി നാന നാന തദരി നരി ശങ്കരി പാഹി മാം ശ്രുതി മധുരതര നാദരൂപിണി ശങ്കരി പാഹി മാം ശ്രുതി മധുരതര നാദരൂപിണി ശങ്കരി പാഹി മാം ശ്രുതി മധുരതര നാദരൂപിണി ശങ്കരി പാഹി മാം പാഹി മാം പാഹി മാം പൂജയിൽ ഭാവപ്രണീതമാം അമൃതമന്ത്രങ്ങളിലൂടെ മാനസ പൂജയിൽ ഭാവപ്രണീതമാം അമൃതമന്ത്രങ്ങളിലൂടെ നിൻ ഹൃദന്തം ജഗത്തിൻ അകമലരിലുതിർത്തു മരന്തം നിൻ ഹൃദന്തം ജഗത്തിൻ അകമലരിലുതിർത്തു മരന്തം സനി മദനി പാപ സരി നി ഗഗധനി സരി രി രി സനി പമ ഗമരി സ സനി പമ ഗമരി സ സരി സനി സനി പാനി ഗമ നി ദാനി ഗമ ദമ ഗമ ഗമ നി രി മമ നി നി ഗഗ പാപ നി നി ഗഗ സരി രി ഗഗ മമ ദദനി നി സ സരി രി ഗഗ ഗഗ ധ്വനി തരള നാദരൂപിണി ശങ്കരി പാഹി മാം പാഹി മാം ചരാചരം കാൺമൂ നിൻ മുന്നിൽ തൊഴുകൈ താമരയോളം സർവചരാചരം കാൺമൂ നിൻ മുന്നിൽ തൊഴുകൈ താമരയോളം നിൻ കരങ്ങൾ തൊടുമ്പോൾ മനഭരിതമുണർന്നു പ്രകാശം നിൻ കരങ്ങൾ തൊടുമ്പോൾ മനഭരിതമുണർന്നു പ്രകാശം സനി മദനി പാപ നി സനി നി ഗഗധനി സരി രി രി സനി പമ ഗമരി സ സനി പമ ഗമരി സ സരി സനി സനി പാനം ഗമ നി ദാനി ഗമ ദമ ഗമ സരി ഗമ നി രി മമ നി നി ഗഗ പാപ നി നി ഗഗ സരി രി ഗഗ മമ ദദനി നി സ സരി രി ഗഗ ഗഗ ലയതരള നാദരൂപിണി ഗമധനി നാദരൂപിണി സഗ ഗമ മദ സാനി പാമഗ മദ ഗമ രിഗ സരി നി സരി ഗ രിഗ സരി നി സദനി മദ നി സ നാദരൂപിണി ഗരി സനി ധനി ധമ ഗമ മദ ധനി നി സ ഗരി സ രി സനി സനി ധ ഗരി സനി ധ രി സ നി ധമ ഗമ മദ നി നാദരൂപിണി
ശങ്കരി പാഹി മാം ശ്രുതി മധുരതര നാദരൂപിണി ശങ്കരി പാഹി വെരി നൈസ്. എക്സലന്റ് എക്സലന്റ്. ഒരു യുദ്ധം കഴിഞ്ഞ ഫീൽ ഉണ്ടല്ലേ ചെറുതായിട്ട്. എങ്ങനെയായിരുന്നു ഇതിന്റെ പ്രാക്ടീസ് സെക്ഷൻ ഒക്കെ? ഇത് ആദ്യം രവീന്ദ്ര മാഷിന്റെ റൗണ്ട് വന്നപ്പോ ഞാൻ അല്ലേ തന്നെ കഴിഞ്ഞ ഷെഡ്യൂളാണല്ലോ ആനന്ദ് നടനം രവീന്ദ്ര മാഷിന്റെ തന്നെയാണ് പാടിയത്. അപ്പം അല്ലാതെ പാട്ട് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടി, ബിക്കോസ് കുറെ പാട്ടുകൾ. അപ്പോൾ നാദരൂപിണി സെലക്ട് ചെയ്ത് കിട്ടി. അപ്പൊ സാറൊക്കെ പറഞ്ഞു നല്ല പാട്ടാ, പാടി അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് ആദ്യം കേട്ടപ്പോ പാടി തോന്നി, പക്ഷെ പഠിച്ചു കഴിഞ്ഞപ്പോ ഈസിയായിരുന്നു, നല്ലത്. അപ്പൊ എങ്ങനെ ഉണ്ടായത് ചോദിച്ചു നോക്കാം. ഓക്കെ ശരത് സർ. മോളെ വൈകേ എന്തോ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയതാ. താങ്ക് യു സാർ. കാര്യം ഒന്നാമതിപ്പോ നമ്മുടെ പ്രിയപ്പെട്ട അണ്ണാച്ചി ചക്കര അണ്ണാച്ചി പാടി കീറി മുറിച്ച് വെച്ചേക്കുന്ന ഒരു പാട്ടായത്. ഞാനിത് പെട്ടെന്ന് മോളിത് പാടിയപ്പോൾ ഞാനൊരു കച്ചേരിക്ക് പോയപ്പോൾ ഞാനിത് പാടി ഒരു ശീലമില്ല, നമ്മൾ കേട്ട് ശീലം ഉണ്ടെന്നേ ഉള്ളൂ. കച്ചേരിക്ക് ഭീകര റിക്വസ്റ്റ്, സാർ നാദരൂപിണി പാടണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ നാദരൂപിണി കേട്ടിട്ടുണ്ടല്ലോ, പാടിയിട്ടില്ല. ഞാനങ്ങ് തുടങ്ങി. പിന്നെ നോക്കിയപ്പോൾ ഒരു അന്തവും കുന്തവും ഇല്ല. ഞാൻ ഇത്ര മതി, ഇത്ര അറിയാവൂന്ന് പറഞ്ഞ് നിർത്തി. ഞാൻ അതൊക്കെ ആലോചിച്ചു. ഞാനത് അണ്ണാച്ചിയെ വിളിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ അത് കുറേ സന്തോഷം മോളെ. നോക്കി ഇപ്പോൾ ഈ ആലാപ്പ് തുടങ്ങിയപ്പോൾ ആ ലോ പോർഷനൊക്കെ നന്നായിരുന്നു. പിന്നെ മുകളിൽ പാടിയതിന് ശേഷം വന്നത് താഴെ വന്നപ്പോഴത്തേക്ക് മൂക്ക് അവിടെ ശബ്ദമില്ല. അപ്പോൾ അത് കുഴപ്പമില്ല, സ്വാഭാവികം, നമ്മൾ മനുഷ്യരല്ലേ, അല്ലേ? ആണോ? അതെ അതെ. അത് അതിനെന്തൊരു സംശയിക്കുന്നത്? അതെ, പറയണം, ഞാനൊരു മനുഷ്യജീവിയാണ്, പറയണം. ഞാനൊരു മനുഷ്യജീവിയാണ്. അപ്പം മക്കളെ എല്ലാം നന്നായിരുന്നു. ഒരു ഭീകര സംഗതി ഉണ്ടല്ലോ അതിൽ, അത് മോളത് ഒരുവിധം കൃത്യമായിട്ട് തന്നെ അങ്ങ് അവതരിപ്പിച്ചു. ആ ഒരു വൈബ് കിട്ടി, അത് മതി. നമ്മളിപ്പോൾ അതിനകത്ത് ഒരു പയറ്റണ്ട. പിന്നെ എനിക്കുള്ള ഒരു ഡൗട്ട് മോളെ, ഈ മാനസപൂജയിൽ അതൊന്ന് പാടാമോ? മാനസപൂജയിൽ ഭാവപ്രണീതമാം അമൃതമന്ത്രങ്ങളിലൂടെ ഇപ്പോഴാണ് കറക്റ്റ് അത് മോളെ, കേട്ടോ. മറ്റേ അതുപോലെ അത് ഭാവ എന്ന് കേൾക്കുന്നു മോളെ. മാനസപൂജയിൽ ഭാവ അത് ഭാവ എന്ന് കേൾക്കുന്നത്, അത് മോളൊന്ന് നോക്കണം എപ്പോഴും പാടുമ്പോഴേ. അടുത്ത മാനസപൂജ ഒരു സംഗതി പാടുന്നില്ല, അതൊന്ന് പാടാമോ? മാനസപൂജയിൽ ഭാവപ്രണീതമാം മോളെ അതിപ്പം വേറൊന്നും ആലോചിക്കണ്ട, ഇതൊരു സിനിമാ പാട്ടാണ് അല്ലേ? അപ്പൊ അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. അപ്പൊ ഇനി ഒന്ന് പാടിക്കേ. അത്ര ആലോചിച്ചാൽ മതി മോളെ, വേറൊന്നും അതിനകത്ത് കുഞ്ഞു തലയും കൊണ്ട് അതിനകത്ത് കയറരുത് കേട്ടോ. എനിക്ക് മനസ്സിലായി മോടെ മനസ്സിലുള്ള ഐറ്റങ്ങൾ, തൽക്കാലം അതങ്ങോട്ട് മാറ്റി വെക്കുക. പിന്നെ അതൊന്ന് പാടാമോ? നിൻകരങ്ങൾ തൊടുമ്പോൾ മനഭരിതമുണർന്നു പ്രകാശം. മോളെ നിൻ കരങ്ങൾ തൊടുമ്പോൾ ഉണർന്നു പ്രകാശം, അങ്ങനെ വടികുത്തുന്നോണാണോ പാട്ട്? നിൻ കരങ്ങൾ തൊടുമ്പോൾ തരരുതിർന്നു തരാറ്റല്ലേ, കരങ്ങൾ തൊടുമ്പോൾ അങ്ങനൊരു സൂചിമോന കുത്തുന്നോണം എന്തൊക്കെയാലും അണ്ണൻ പാടത്തില്ലത്. അങ്ങനെ പാടിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ബ്യൂട്ടി ഉണ്ടാവും. ഞാൻ പറഞ്ഞ മോക്ക് മനസ്സിലായോ? കരങ്ങൾ തൊടുമ്പോൾ അകമലരിൽ ഉതിർത്തു തരാറ്റ. നിൻ കരങ്ങൾ തൊടുമ്പോൾ മനഭരിതമുണർന്നു പ്രകാശം. അത് പ്രകാശം അല്ല, എനിക്കൊരു മാമനുണ്ട്. ആ മാമനെ പോയിട്ട് ഞാൻ പ്രകാശം മാമ എവിടെ പോകുന്നു ഒറ്റ അടി വെച്ചിരുന്നു തലയ്ക്ക്. പ്രകാശം മോളെ, പ്രകാശം പരക്കട്ടെ. പ്രകാശം അല്ലല്ലോ, പ്രകാശം. അക്ക എല്ലാം തുറന്നു പറയൂ. നിൻ കരങ്ങൾ തൊടുമ്പോൾ മനഭരിതമുണർന്നു പ്രകാശം. പ്രകാശം അത് മോർ ഓഫ് കാ. നല്ല സുഖം ഉണ്ടായിരുന്നു മോളെ കേൾക്കാൻ കേട്ടോ. ഒരു കാര്യം, ഒരു യജ്ഞമാണ് ഈ പാട്ട് ഉള്ള കാര്യം പറയാനുണ്ട്. അത് നമ്മുടെ അണ്ണാച്ചി
വെച്ച് കീറി പാടി വെച്ചേക്കാം എംജിയാണ്. ഇപ്പൊ സത്യം പറഞ്ഞാൽ അണ്ണനെ കുറെ മിസ് ചെയ്തു. അണ്ണൻ പറയുന്ന തമാശകളും അപ്പൊ ഇതൊക്കെയല്ല നല്ലൊരു പാട്ട് മോള് കിടക്കാച്ചിയായിട്ട് പാടി. അപ്പൊ ഇത് എംജി അണ്ണനെ നമുക്ക് എങ്ങനെയെങ്കിലും കേൾപ്പിക്കാം. ഈ തെറ്റുകടൊന്നും അണ്ണൻ കേൾക്കരുത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കേൾപ്പിക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. വൈഗ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു സർ. ഈ ഒരു പാട്ട് സാധാരണ രീതിയിൽ ഈ സ്പീഡിൽ ഇത് പാടി അവസാനിപ്പിക്കുക ഒരു വലിയ കടമ്പയാണ്. ഇത് ശ്രീകുട്ടൻ എംജി അതിമനോഹരമായിട്ട് പാടി. ഇതിന് അദ്ദേഹത്തിന് എന്താ പറയുക അവാർഡ് കിട്ടി. നാഷണൽ അവാർഡ്. നാഷണൽ അവാർഡ് മോളെ ഞാൻ ഇവിടെ ഇപ്പൊ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കൊരു നാഷണൽ അവാർഡ് തരും. എങ്ങനെങ്കിലും അണ്ണാച്ചി നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്കും കൂടെ ഒരു ചെറിയ അവാർഡ്. അല്ല ജൂറിയിൽ ഉണ്ടാവണം. അല്ല ഇത് അല്ല സ്പെഷ്യലായിട്ട് പ്രസിഡന്റ് അവാർഡ് കൊടുക്കാം. ഞാൻ എന്താ പറയുക ഈ പാട്ട് പാടാൻ വരുമ്പോൾ ഇത് ഒരുപാട് സ്ഥലത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അങ്ങനെ നമ്മൾ വേണമെങ്കിൽ പറയാൻ ചൂണ്ടിക്കാണിച്ച് പറയാന്നല്ലാണ്ട് വിട്ട് അങ്ങനെയൊന്നും ചൂണ്ടിക്കാണിക്കാനല്ലോ, പാട്ട് ആസ്വദിക്കാനാണ്. അത് മോള് ഗംഭീരമായിട്ട് ഈ പാട്ട് പ്രസന്റ് ചെയ്തു. എനിക്കിതിൽ പാട്ടിന്റെ കാര്യത്തിലൊരു അഭിപ്രായ വ്യത്യാസമില്ല. വോയിസിനൊക്കെ ചിലപ്പോൾ പാടുമ്പോൾ എല്ലാവരും ഇല്ലേ എത്ര വലിയ ഗായകനാലും പാടിക്കൊണ്ടിരിക്കുമ്പോൾ ചില നേരത്തൊരു ചുമ വന്ന എന്ത് ചെയ്യും? ഒന്നും അപ്പൊ തെറ്റിന്ന് പറയാൻ പറ്റുമോ? അയാൾക്ക് പാടാൻ അറിയില്ല എന്നാണോ പറയാ? തുമ്മൽ വന്നാൽ എന്ത് ചെയ്യും? അവർ ഈച്ചയിട്ട് ഞാനൊരു കീർത്തനം പാടിയിട്ടുണ്ട്. പറന്നു പോകും, അതൊക്കെ കുടുങ്ങിപ്പോവും. അപ്പൊ അത് അത്ര മനോഹരമായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഇത് സംഗീതം പഠിച്ചിട്ടുണ്ടല്ലേ? പഠിക്കുന്നുണ്ട്. അടിപൊളി. അത് മാത്രമല്ല ഇവിടെ ശരത്ത് അണ്ണാച്ചി പറഞ്ഞു തരുമ്പോഴൊക്കെ ഉടനെ അത് പിടിച്ച് പാടുന്നുണ്ട്. അതാണ് അതിന്റെ കഴിവ്. അപ്പോൾ നല്ല ടാലന്റ്. ഐ ലൈക്ക് ഇറ്റ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. ചേച്ചി വൈഗ എന്തോ സൂപ്പർ. താങ്ക് യു മാം. ഈ പാട്ടൊക്കെ എടുത്ത് പാടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നല്ല നിഷ്പ്രയാസം വന്ന് ടപ്പട്ടപ്പയെ അങ്ങ് പാടിയിട്ട് പോയി. അസലായിരുന്നു മോളെ. ഞാൻ നോട്ടീസ് ചെയ്തതെന്ന് വെച്ചാൽ ഈ വൈഗ ഭയങ്കര കൂളാണ്. വൈഗ വെറുതെ അവിടെ ഇങ്ങനെ ഇരിക്കും, ഒരു ലാഘവത്തിന് അങ്ങ് വന്ന് പാടിയിട്ട് അങ്ങ് പോകും. അത് പാട്ടിന്റെ പാട്ടും ഏത് പാട്ടും എങ്ങനെയാ? ഇതിന്റെ പഠനം എങ്ങനെയാ വീട്ടില്? പാട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണേലും കുളിക്കുമ്പോഴാണേലും ഒക്കെ സ്പീക്കറിൽ പുറത്ത് റൂമിലെ പാട്ട് ഓൺ ചെയ്ത് വെച്ചിട്ട് നാട്ടുകാർക്കൊരു ശല്യമാവത്തില്ലേ മോളെ? ഇല്ല വീട്ടിൽ. അല്ല കുളിക്കുമ്പോഴല്ലേ വീട്ടുകാർക്കേ ശല്യമുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ പാടത്തോ, എപ്പോഴും പാടത്തൊന്നും ഇല്ല. അല്ല മോളെ ഈ പാട്ട് ഈ പാട്ട് അതന്നെ കേൾക്കും മോള് കുറെ. കറക്ഷൻസ് ഒക്കെ ചെയ്താന്നേരം ഗ്രൂമേഴ്സ്. ഗ്രൂമേഴ്സിന് ശരിക്കും ഈ പാട്ടിന് വലിയ കയ്യടി ഞാൻ ഗ്രൂമേഴ്സിന് കൊടുക്കും. കാരണം അങ്ങനെ അല്ലാതെ ഒരിക്കലും ഈ പ്രായത്തിലുള്ള ഈ കുട്ടിക്ക് ഇത് ഇത്ര മനോഹരമായിട്ട് പാടാൻ പറ്റില്ല. എനിക്ക് തോന്നിയത് ആ ലോ രജിസ്റ്റേഴ്സ് മാത്രം പാടുമ്പോൾ ഇങ്ങനൊരു അത് നമുക്ക് കിട്ടുന്നില്ല. അവിടെ ശ്രുതി കൂട്ടിക്കഴിഞ്ഞാല് സ്ട്രെയിൻ ആവും അല്ലേ മോളില്. അപ്പൊ അതാ ഇങ്ങനത്തെ പാട്ടുകൾ എടുക്കുമ്പോൾ നമുക്ക് ചില പാട്ടുകൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. മുകളിലും താഴെയും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല, അങ്ങോട്ടും പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായി തോന്നുന്നു അല്ലേ? പക്ഷെ അതർവൈസ് എല്ലാ കാര്യങ്ങളും ശരത് സാർ പറഞ്ഞു കഴിഞ്ഞു. ഞാനും അത് തന്നെയാണ് എഴുതിയെങ്കിൽ ചില ഭാഗങ്ങൾ മാത്രം സസ്റ്റെയിൻസ് വരുമ്പോഴത്തേക്ക് ഒന്ന് ചേരായിക വരുന്നുണ്ട്. പക്ഷെ അതല്ലാതെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും ടഫായിട്ടുള്ള ഒരു പാട്ട് വൈഗ അസലായിട്ട് പാടി. ഗോഡ് ബ്ലെസ്. ഓക്കെ, അപ്പൊ ഇനി ചോദിക്കാം. ഓക്കെ ചേച്ചി. വൈഗയ്ക്ക് 9. താങ്ക് യു മാം. താങ്ക് യു. ശരത് സാർ. തക്കത്തിമ്പി തക്ക തക്കിട്ട തക്കത്തിമ്പി തക്ക തക്കിട്ട തക്കത്തിമ്പി തക്ക തക്കിട്ട. എത്ര ആ ഗ്രൂവ് എത്രയാണ്? 9 ആണോ? എന്താ സങ്കീർണം ഇരുന്നോട്ടെ. 9. ഇവള് രണ്ടും കൽപ്പിച്ചാട്ടോ ഈ ഷെഡ്യൂളില്. നല്ല നല്ല മാർക്സ്. ഗുഡ്. സോ ടോട്ടൽ 18. അടിപൊളി. ഓക്കെ.